ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. സർവേയിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ എന്ത് പഠിച്ചു, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും കാര്യങ്ങളെല്ലാം പഠിച്ചു. സർവേ ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യാനുള്ള പ്രൊസീജിയർ പഠിച്ചു. പിന്നെ ആ സർവേ ചെയ്ത സാധനം ഒരു മാപ്പിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ സ്കെയിൽ ചെയ്യണമെന്നും പഠിച്ചു. ഓക്കെ, ഇത്രയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മളിപ്പോൾ സ്കെയിലുകൾ. ഓക്കെ, നമ്മൾ സ്കെയിലാണ് അവസാനമായിട്ട് നോക്കിയത്. സ്കെയിലുകൾ എന്താ? സ്കെയിൽ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലുള്ള ഒരു ഡയമെൻഷനെ എങ്ങനെ, ഒരു ലെങ്തിനെ എങ്ങനെ നമ്മുടെ പ്ലാനിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ സ്കെയിലിൽ പഠിച്ചല്ലേ. ഏതൊക്കെ നമ്മൾ പഠിച്ച? ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് എഞ്ചിനീയർ സ്കെയിൽ. ഇപ്പുറവും അപ്പുറവും പ്ലാനിലുള്ളതിനും ഗ്രൗണ്ടിലുള്ളതിൻ്റെ യൂണിറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? അതിനെ എഞ്ചിനീയർ സ്കെയിൽ എന്ന് പറയുന്നു. ഒരേ യൂണിറ്റിൽ കൊണ്ടുവന്നിട്ട് അതിനൊരു ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ അതിനെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ മാപ്പിലൊക്കെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ളത് ഏതാണ്? ഗ്രാഫിക്കൽ സ്കെയിലാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നോക്കിയാൽ നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് സ്കെയിൽ, സ്കെയിലിൻ്റെ ടൈപ്പുകൾ. ഓക്കെ, സ്കെയിലിൻ്റെ ടൈപ്പുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ടൈപ്സ് ഓഫ് സ്കെയിൽ. ഓക്കെ, നമ്മൾ നേരത്തെ റെപ്രസെൻറ്റേഷനാണ് പഠിച്ചത്. ഏതൊക്കെ രീതിയിൽ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് പഠിച്ചത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താ? ടൈപ്സ് ഓഫ് സ്കെയിൽ. ഓക്കെ, ടൈപ്സ് ഓഫ് സ്കെയിൽ ഏതൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. ആദ്യം നമുക്കിത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ശരി, ആദ്യം നമുക്ക് നോക്കാനുള്ളത് പ്ലെയിൻ സ്കെയിൽ. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഡയഗണൽ സ്കെയിൽ. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് സ്കെയിൽ ഓഫ് കോഡ്സ്. ഓക്കെ, നാലാമത് നമുക്ക് പഠിക്കാനുള്ളത് വെർനിയർ സ്കെയിൽസ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു? റെപ്രസെൻറ്റേഷനാണ് പഠിച്ചത്. ഗ്രൗണ്ടിൽ എങ്ങനെ നമ്മൾ സ്കെയിൽ ചെയ്ത് പ്ലാനിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്കെയിലുകൾ, ഏതൊക്കെ ടൈപ്പ് സ്കെയിലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യത്തെ 3 കാര്യങ്ങളെക്കുറിച്ച് വളരെ ചെറുതായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, എന്താ പ്ലെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ? പ്ലെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ്. ഓക്കെ, നമുക്ക് എന്തെടുക്കാൻ പറ്റും? ലെങ്ത് എടുക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ ചെറിയ ഒരു പോർഷന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലുള്ള ഒരു സ്കെയിൽ എടുക്കുക. അതിൽ നമുക്ക് എന്തൊക്കെ എടുക്കാം? നമ്മൾ 15 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ അളവ് എടുക്കാം? സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റും, മില്ലിമീറ്റർ എടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെ 2 അളവുകൾ മാത്രം. ഓക്കെ, അടുപ്പിച്ചുള്ള 2 അളവുകൾ. ക്യാൻ മെഷർ 2 values or units. 2 സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും. അല്ല, മീറ്റർ സ്കെയിൽ ആണെങ്കിലോ മീറ്ററും സെൻറ്റിമീറ്ററും. ഓക്കെ, അങ്ങനെ 2 നമുക്ക് കൺസിഡർ ചെയ്യാം. 2 അളന്നെടുക്കാൻ പറ്റുമെങ്കിൽ ആ ടൈപ്പ് സ്കെയിലുകളെ പറയുന്ന പേരാണ് എന്ത്? പ്ലെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഡയഗണൽ സ്കെയിൽ. ഇതിനെ നമുക്ക് 3 വാല്യൂസ് വരെ നമുക്ക് ഇതിൽ അളന്നെടുക്കാൻ പറ്റും. 3 ഡെസിമൽ പോയിന്റ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നേരത്തെ 2 ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര? 3 വരെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താണ് ഈ ഡയഗണൽ സ്കെയിൽ? നമുക്ക് ഇത് മാത്രമാണ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ്. ഏതാ? പ്ലെയിൻ സ്കെയിൽ നമുക്ക് 2 ഡിവിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഡയഗണൽ സ്കെയിലിൽ 3 ഡിവിഷൻ വരെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ്. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ഈ ഡയഗണൽ സ്കെയിൽ എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, എൻ്റെ കയ്യിലൊരു വരയുണ്ട്. എത്രയോ യൂണിറ്റ് ഉള്ള ഒരു വരയുണ്ട്. ഓക്കെ, എക്സ് യൂണിറ്റ് ഉള്ള ഒരു വരയുണ്ട്. സ്കെയിലിംഗ് മീൻസ് ഇതിനെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചെറുതാക്കണം. ഞാൻ പറയുന്നത് എനിക്കിതിൻ്റെ 4/1 എക്സിൻ്റെ 4/1 ഒരു വര ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. 4/1 ഒരു വര എനിക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. മൊത്തം എക്സ് ആണെങ്കിൽ എക്സിൻ്റെ 4/1 ഭാഗം, അതായത് എക്സിനെ ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പോർഷൻ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഞാൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വര വരയ്ക്കുക. ഓക്കെ, നമുക്ക് ഒത്തിരി യൂസ് ഉള്ളതല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. ഞാനൊരു വര വരയ്ക്കുന്നു. ഓക്കെ, എനിക്ക് എത്രയാണ് വേണ്ടത്? എക്സിൻ്റെ 4/1 വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു പെർപെൻഡിക്കുലർ ലൈനിനെ 4 ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നു. 4 പോർഷനായിട്ട് ഞാൻ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 1 2 3 4 പോർഷനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വരയ്ക്കുക. ഈ 2 വരയെ ഞാൻ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? ഈ ലൈനിന്, നമ്മുടെ എക്സ് എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് കുറച്ച് വരകൾ വരയ്ക്കുന്നു.
ഓക്കെ, ദേ എക്സിന് പാരലായിട്ട് വരയ്ക്കുന്നു. ഇത് എക്സ് ആണെങ്കിൽ, ഈ ലൈൻ എക്സ് ആണെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 3/4 ആയിരിക്കും. 3/4 മൊത്തത്തിൽ എത്ര പോർഷൻ ഉണ്ട്? 1, 2, 3, 4. അതിൽ മൂന്നാമത്തെ പോർഷനിൽ നിൽക്കുക, മുകളിൽ നിന്ന് താഴേക്ക് 1, 2, 3. മൂന്നാമത്തെ പോർഷനിൽ നിൽക്കുന്നു, അത് ഞാൻ മുകളിൽ എഴുതി. മൊത്തം എത്ര ഉണ്ട്? 1, 2, 3, 4. അത് ഞാൻ താഴെ എഴുതി. ഈ ലൈൻ എന്ന് പറയുന്നത് എക്സിൻ്റെ 3/4 ആയിരിക്കും. ഇപ്പുറത്തേക്ക് മാറ്റി ഈ ലൈനോ? ഈ ലൈൻ എന്ന് പറയുന്നത് എക്സിൻ്റെ 1, 2, 2/4 ആയിരിക്കും. ഓക്കെ, ഈ ലൈൻ എന്ന് പറയുന്നതോ എക്സിൻ്റെ 1/4 ആയിരിക്കും. ഓക്കെ, എക്സിൻ്റെ 1/4 ആയിരിക്കും. ഇവിടെ ലൈനൊന്നും ഇല്ലല്ലോ, സോ ഇതെന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലെങ്തിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. എൻ്റെ എയിം എന്തായിരുന്നു? എക്സിനെ x/4 ഉള്ള ഒരു ലൈനായിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു. എന്താ ഈ കിട്ടിയിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് x/4 ഉള്ളതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയഗണൽ സ്കെയിലിനെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അല്ലാതെ ഇതിന് വലിയ യൂസ് ഒന്നുമില്ല നമുക്ക്. ഓക്കെ, നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതിന് യൂസ് ഒന്നുമില്ല. ഓക്കെ, എന്താ ഇതിൽ പഠിച്ചു വയ്ക്കാനുള്ള? ഇതിൽ 3 ഡിവിഷൻ വരെ നമുക്ക് അളക്കാൻ പറ്റും. 3 ഡിവിഷൻ വരെ അളക്കാൻ പറ്റും. ഇനി സ്കെയിൽ ഓഫ് കോഡ് നമുക്ക് എവിടെ വരുന്നത്? കോഡ് എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഒരു പോർഷൻ അല്ലേ? സർക്കിളിൻ്റെ ഒരു പോർഷൻ. സോ ആംഗുലാർ മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? കോഡ് എടുക്കുന്നത്. ആംഗുലാർ മെഷർമെന്റ്. സർക്കിളിനല്ലേ ആംഗിൾസ് ഉള്ളത്, നമ്മൾ ഇങ്ങനെയല്ലേ ആംഗിൾ മാർക്ക് ചെയ്യുന്നത്? ഓക്കെ, സർക്കിളിൻ്റെ ഒരു പാർട്ടല്ലേ? ഓക്കെ, അതല്ലേ എന്ത്? കോഡ് എന്ന് പറയുന്നത്. കോഡ്. ഓക്കെ, അപ്പോൾ നമുക്കതങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇത് ആംഗുലാർ മെഷർമെന്റ്. ഇതാ ഇത്രയും 3 വാക്കുകൾ മാത്രം നമ്മളിവിടെ ഓർത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യം തൽക്കാലമില്ല. ഓക്കെ, പ്ലെയിൻ സ്കെയിൽ പറഞ്ഞു, ഡയഗണൽ സ്കെയിൽ പറഞ്ഞു, സ്കെയിൽ ഓഫ് കോഡ് പറഞ്ഞു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ എന്ന് പറയുന്നത് വെർനിയർ സ്കെയിലാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യം എന്താണ്? വെർനിയർ സ്കെയിലാണ്. ഓക്കെ, അതിനെ ഒന്ന് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, എന്താ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്? വെർനിയർ സ്കെയിൽ നമ്മൾ കൊച്ചിലെ തൊട്ട് കേൾക്കുന്നതല്ലേ? +2 തൊട്ട്, +1 +2 തൊട്ട് നമ്മൾ കേട്ടു തുടങ്ങുന്ന സാധനമാണ് ഈ വെർനിയർ സ്കെയിൽ. എന്താണ് വെർനിയർ സ്കെയിൽ? ഓക്കെ, വൈ ഇറ്റ് ഈസ് കോൾഡ് വെർനിയർ? ഇത് കണ്ടുപിടിച്ച ആളിൻ്റെ പേരാണ് വെർനിയർ. പിയറി വെർനിയർ എന്ന് പറയുന്ന ഒരാളാണ് ഈ സ്കെയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോമ്പിനേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ ആളിൻ്റെ പേര് കൊടുത്തു നമ്മൾ. വെർനിയർ കണ്ടുപിടിച്ചത് കൊണ്ട് വെർനിയർ സ്കെയിൽ. ഓക്കെ, വെർനിയർ ആണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും PSCക്ക് ചോദിക്കുന്നില്ല. വെർനിയർ സ്കെയിൽ കണ്ടുപിടിച്ചത് ആരും? ഓപ്ഷനിൽ വെർനിയർ എന്ന് കാണും. ഓക്കെ, സോ അത്രയും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടത്തില്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ശരി. എന്താണ് വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കാണാത്തവർ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ ജസ്റ്റ് ഗൂഗിളിലൊന്ന് നോക്കുക എന്താണ് വെർനിയർ സ്കെയിൽ എന്ന്. ആ വെർനിയർ സ്കെയിലിൻ്റെ പടം എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള 2 സാധനങ്ങളാണുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് ഇത് നീളത്തിനൊരു സ്കെയിലുണ്ട്, അതിന് പറയുന്ന പേരാണ് മെയിൻ സ്കെയിൽ. ഞാൻ തൊട്ട് തന്നെ MS എന്ന് റെപ്രസെൻ്റ് ചെയ്യുവേ. ഓക്കെ, ഇനി അതിന് മുകളിൽ ഒരു ചെറിയ സ്കെയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ചെറിയ സ്കെയിൽ. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ചെറിയ സ്കെയിലിനെ പറയുന്ന പേരാണ് എന്ത്? വെർനിയർ സ്കെയിൽ. ഞാൻ തൊട്ട് അതിനെ VS എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, വെർനിയർ സ്കെയിൽ. ഓക്കെ, ഇതാണ് സംഭവം. 2 കാര്യമാണ് നമുക്കുള്ളത് വെർനിയർ സ്കെയിലിൽ. ഒരു മെയിൻ സ്കെയിലും ഉണ്ട്, ഒരു വെർനിയർ സ്കെയിലും ഉണ്ട്. ഓക്കെ, ഈ മെയിൻ സ്കെയിലിലെ റീഡിങ്ങും ഈ മെയിൻ സ്കെയിലിൽ കുറച്ച് റീഡിങ്സ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് റീഡിങ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ വെർനിയർ സ്കെയിലിലും എന്തുണ്ട്? കുറച്ച് റീഡിങ്സ് ഉണ്ട്. ഈ റീഡിങ്ങുകൾ തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ടൈപ്പ് വെർനിയേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, അത് ഏതൊക്കെ ടൈപ്പ് വെർനിയർ ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് വെർനിയറിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഒരു മെയിൻ സ്കെയിലും ഉണ്ട്, ഒരു വെർനിയർ സ്കെയിലും ഉണ്ട്. ഇനി നമുക്ക് അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 2 ടൈപ്പാണ് മെയിനായിട്ട് വെർനിയർ സ്കെയിലുള്ള. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറക്റ്റ് വെർനിയർ. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഡിറക്റ്റ് വെർനിയർ. ഓക്കെ, second one is called retrograde vernier. പിന്നെ കുറച്ച് സ്പെഷ്യൽ ടൈപ്സും ഉണ്ട്. സ്പെഷ്യൽ ടൈപ്സ്. ഓക്കെ, ഇതിൽ മെയിനായിട്ടുള്ളത് എന്താണ്? ഡിറക്റ്റ് വെർനിയറും റിട്രോഗ്രാഡ് വെർനിയറുമാണ് ഉള്ളത്. ഓക്കെ, ശരി, നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം. ഈ സ്പെഷ്യൽ ടൈപ്പിൽ വരുന്ന 1-2 എണ്ണത്തിൻ്റെ പേര് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരിക്കുക. അതിലൊന്നെന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് വെർനിയർ ആണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് വെർനിയർ.
രണ്ടെന്ന് പറയുന്നത് ഡബിൾ ഫോൾഡഡ് വെർനിയർ ആണ്. ഓക്കെ, സി എന്ന് പറയുന്നത് വെർനിയർ ഓഫ് സർക്കുലാർ സ്കെയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് വെർനിയേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഏതാ? ഡയറക്റ്റ് വെർനിയർ. ആദ്യം നമുക്ക് നോക്കാനുള്ള എന്താണ് ഡയറക്റ്റ് വെർനിയർ. നോക്കി, എല്ലാ വെർനിയറും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു മെയിൻ സ്കെയിൽ ഉണ്ടാവും, ഒരു വെർനിയർ സ്കെയിലും ഉണ്ടാവും. ഇനി എന്താ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ സ്കെയിലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് ആണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഏതാണ്? ഡയറക്റ്റ് വെർനിയർ ആണ്. ഡയറക്റ്റ് വെർനിയർ നോക്കിയേ, ഒരു മെയിൻ സ്കെയിലുണ്ട്. എല്ലാ വെർനിയറിലും പോലെ ഇവിടെയും എന്തുണ്ട്? ഒരു മെയിൻ സ്കെയിൽ ഉണ്ട്. മെയിൻ സ്കെയിലിൽ കുറച്ച് റീഡിങ്സ് ഉണ്ട്. ഏതാ? ഞാൻ 1 തൊട്ട് 10 വരെ, എക്സാമ്പിൾ ആയിട്ട് 1 തൊട്ട് 10 വരെയാണ് ഞാൻ എടുക്കുന്നത്. 1 2 3 10. 10ന് മുമ്പ് ഏതാ? 9 ആണ്. ഓക്കെ, ശരി. ഇനി എന്തുണ്ട്? ഇതിന് മുകളിൽ ഒരു വെർനിയർ സ്കെയിലും ഉണ്ട്. വെർനിയർ സ്കെയിലിൽ ഇതേ റീഡിങ് തന്നെയാണ്. 1 2 3. ഏറ്റവും അവസാനത്തെ റീഡിങ് എത്രയാണ്? 10. അതിന് മുമ്പ് 8, അതിന് മുമ്പേ 9, 8 ഇങ്ങനെ വരും. ഓക്കെ, എന്താണ് ഡയറക്റ്റ് വെർനിയർ എന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഡയറക്റ്റ് വെർനിയർ നോക്കിയേ. ഡയറക്റ്റ്, ഈ വാക്ക് കണ്ടോ? ഡയറക്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ മെയിൻ സ്കെയിലിലെ റീഡിങ്സ് കണ്ടോ? മെയിൻ സ്കെയിലുകളുടെ റീഡിങ് ഏത് ഡയറക്ഷനിൽ ഇൻക്രീസ് ആകുന്നോ അതേ ഡയറക്ഷനിൽ തന്നെയാവും വെർനിയർ സ്കെയിലിലെ റീഡിങ്സും ഇൻക്രീസ് ആവുക. ഓക്കെ, ഡയറക്ടറി റിലേറ്റഡ് ആണ്. വെർനിയർ സ്കെയിലിന്റെ റീഡിങ്ങും മെയിൻ സ്കെയിലിന്റെ റീഡിങ്ങും എന്താണ്? ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അതാണ് ഡെഫിനിഷൻ. എന്താ ഡയറക്റ്റ് വെർനിയർ എന്ന് പറഞ്ഞാൽ? വെർനിയർ സ്കെയിൽ റീഡിങ്സ് ആർ ഇൻക്രീസ്ഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് മെയിൻ സ്കെയിലിലെ റീഡിംഗ് എങ്ങനെ ഇൻക്രീസ് ആകുന്നു അതേ രീതിയിൽ എൻ്റെ വെർനിയർ സ്കെയിലിലെ റീഡിങ്ങും ഇൻക്രീസ് ആകുന്നുണ്ട്. ഓക്കെ, അതാണ് എന്ത്? ഡയറക്റ്റ് വെർനിയറിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. നോക്കിയേ, ഇനി ഇതിന്റെ ഈ വാല്യൂസ്, ഈ റീഡിങ്സ് തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് നോക്കാം. മെയിൻ സ്കെയിൽ 1 തൊട്ട് 9 വരെ എത്തിയപ്പോൾ വെർനിയർ സ്കെയിൽ 1 തൊട്ട് 10 വരെ എത്തി. ഓക്കെ, മെയിൻ സ്കെയിൽ 1 തൊട്ട് 9 വരെ എത്തിയപ്പോൾ വെർനിയർ സ്കെയിൽ 1 തൊട്ട് 10 വരെ എത്തി. അതായത് വെർനിയർ സ്കെയിലിലെ ഡിവിഷന്റെ എണ്ണം മെയിൻ സ്കെയിലിലെ എണ്ണത്തേക്കാൾ 1 കൂടുതലാണ്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. സപ്പോസ് വെർനിയർ സ്കെയിലിൽ 10ന് പകരം 15 എത്തി എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ മെയിൻ സ്കെയിലിൽ എത്ര എത്തും? 10 ആകുമ്പോൾ 9, അപ്പോൾ 15 ആകുമ്പോൾ എത്രയായിരിക്കും? മെയിൻ സ്കെയിലിൽ 14 ആയിരിക്കും, 1 കുറവായിരിക്കും. നോക്കിയേ, വെർനിയർ സ്കെയിലിൽ 19 എത്തിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ മെയിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 18 ആയിരിക്കും. ഓക്കെ, അതുപോലെ വെർനിയർ സ്കെയിലിൽ ഒരു 25 എത്തിയാൽ മെയിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 24 ആയിരിക്കും. സോ നമ്മുടെ വെർനിയർ സ്കെയിലിൽ n എത്തുകയാണെങ്കിൽ നമ്മളുടെ മെയിൻ സ്കെയിലിൽ അതിനേക്കാൾ 1 കുറവായിരിക്കും. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് വെർനിയറിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് വെർനിയറിന്റെ ഇക്വേഷൻ. ഓക്കെ, വെർനിയർ സ്കെയിലിൽ എത്ര റീഡിംഗ് എത്തുന്നോ അതിനേക്കാൾ 1 കുറവായിരിക്കും മെയിൻ സ്കെയിലിലെ റീഡിങ്. ഓക്കെ, അതിനേക്കാൾ 1 കുറവായിരിക്കും മെയിൻ സ്കെയിലിലെ റീഡിങ്. നോക്കിയേ, 1 മുതൽ 10 വരെ ഇതിനിടയിൽ ഓരോരോ ഡിവിഷനുകൾ ഉണ്ടല്ലോ. ഇതിനൊരു ഡിവിഷൻ ഉണ്ട്. 1നും 2നും ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ട്. അതുപോലെ താഴെയും 1നും 2നും ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ട്. ഇതിൽ ഏത് ഡിവിഷൻ ആയിരിക്കും ചെറിയ ഡിവിഷൻ? നോക്കിയേ, ഇവിടെ നമുക്ക് ഈ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ എത്തുമ്പോൾ
10 ഡിവിഷൻ കിട്ടിയല്ലേ, 1, 2, 3 തൊട്ട് നമുക്കിവിടെ 10 ഡിവിഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലോ 1, 2, 3 തുടങ്ങി നമുക്ക് 9 ഡിവിഷൻസേ വന്നിട്ടുള്ളൂ അല്ലേ. നോക്കിയേ, 10 ഡിവിഷൻ ചേർന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഈ ഡിസ്റ്റൻസ് കിട്ടി. 9 ഡിവിഷൻസ് ചേർന്നപ്പോൾ എനിക്ക് ഇവിടെ ഈ ഡിസ്റ്റൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏത് ഡിവിഷൻ ആയിരിക്കും ചെറുത്? വെർനിയർ സ്കെയിലിലെ റീഡിങ്സ് ആയിരിക്കും എന്ത്? ചെറുത് അല്ലേ. വെർനിയർ സ്കെയിലിലെ റീഡിങ് ചെറുതാണ്. അതുകൊണ്ടാണ് എന്താ, അത് 10 എണ്ണം ചേരുമ്പോൾ, ചെറിയ 10 പേര് ചേർന്നപ്പോഴാണ് വലുതിലെ 9 ആളിനെ കിട്ടിയത്. സോ റീഡിങ്സ് ഓൺ വെർനിയർ സ്കെയിൽ ഈസ് ലെസ്സർ ദാൻ മെയിൻ സ്കെയിൽ. ഓക്കെ, വെർനിയർ സ്കെയിലിന്റെ റീഡിംഗ് എന്ന് പറയുന്നത്, അതായത് 2 ഡിവിഷനുകൾ തമ്മിലുള്ള 1നും 2നും ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് മെയിൻ സ്കെയിലിലെ 1നും 2നും ഇടയിലുള്ള അകലത്തേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഓക്കെ, ഡയറക്റ്റ് വെർനിയർ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതേ കാര്യങ്ങൾ തന്നെ, ഈ 3 കാര്യങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റെട്രോഗ്രാഡ് വെർനിയറിലേക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ആയിട്ടുള്ള റെട്രോഗ്രാഡ് വെർനിയറിൽ നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? റെട്രോഗ്രാഡ് വെർനിയർ. നോക്കിയേ, എന്തൊക്കെയാ നമ്മൾ ഡയറക്റ്റ് വെർനിയറിൽ നോക്കിയേ. വെർനിയർ സ്കെയിൽ റീഡിങ്സ് ആർ ഇൻക്രീസ്ഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഓഫ് മെയിൻ സ്കെയിൽ. ഓക്കെ, ഈ സെയിം മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? റെട്രോഗ്രാഡ് വെർനിയർ ആയി. ഓക്കെ, നമുക്ക് അത് ഒറ്റ ഡെഫിനിഷൻ പഠിച്ചാൽ രണ്ടും അതിൽ നിന്ന് കിട്ടും. എങ്ങനെ? വെർനിയർ സ്കെയിൽ റീഡിങ്സ് ആർ ഇൻക്രീസ്ഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ്, ഈ ഒരു വാക്ക് മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ. ഓപ്പോസിറ്റ് ഡിറക്ഷൻ, ഇൻ ദി ഡിറക്ഷൻ, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് മെയിൻ സ്കെയിൽ. ഓക്കെ, വെർനിയർ സ്കെയിൽ റീഡിങ്സ് ആർ ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് മെയിൻ സ്കെയിൽ. ഇനി നമുക്ക് ഇവിടുത്തെ റീഡിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, നേരത്തെ മെയിൻ സ്കെയിലിൽ 1 തൊട്ട് 10 വരെ എത്തിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? വെർനിയർ സ്കെയിലിൽ മെയിൻ സ്കെയിലിൽ 9 എത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെർനിയർ സ്കെയിലിൽ 10 കിട്ടി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, വെർനിയർ സ്കെയിലിന്റെ 10 കിട്ടാൻ വെർനിയർ സ്കെയിലിലെ 10 എന്ന് പറയുന്ന റീഡിങ് കിട്ടണമെങ്കിൽ, 1 തൊട്ട് വെർനിയർ സ്കെയിലിൽ 10 കിട്ടണമെങ്കിൽ മെയിൻ സ്കെയിലിലെ 11 എന്ന് പറയുന്ന റീഡിങ്ങിൽ എത്തണം. മെയിൻ സ്കെയിലിലെ 11 എന്ന് പറയുന്ന റീഡിങ്ങിൽ എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വെർനിയർ സ്കെയിലിൽ 10 കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? നേരത്തെ പോലെ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. വെർനിയർ സ്കെയിലിൽ 10 ആണെങ്കിൽ മെയിൻ സ്കെയിലിൽ എത്ര? 11. വെർനിയർ സ്കെയിലിൽ 14 ആണെങ്കിൽ മെയിൻ സ്കെയിലിൽ എത്ര? 15. വെർനിയർ സ്കെയിലിൽ 19 ആണെങ്കിൽ മെയിൻ സ്കെയിലിൽ എത്ര? 20. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെർനിയർ സ്കെയിലിൽ n ആണെങ്കിൽ മെയിൻ സ്കെയിലിൽ എത്ര കിട്ടും? n+1 കിട്ടും. ഓക്കെ, n+1 കിട്ടും. നേരത്തെ എന്തായിരുന്നു? വെർനിയർ സ്കെയിലിൽ n എത്തുമ്പോൾ മെയിൻ സ്കെയിലിൽ n-1 കിട്ടത്തുള്ളായിരുന്നു. ഇവിടെ ആണെങ്കിലോ വെർനിയർ സ്കെയിലിൽ n എത്തുമ്പോൾ മെയിൻ സ്കെയിലിൽ അതിനേക്കാൾ 1 കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ശരി. അപ്പം ഇനി അടുത്ത നമ്മൾ എന്താ? റീഡിങ്സ് ഓർ വെർനിയർ സ്കെയിൽ ഈസ് ലെസ്സർ ദാൻ മെയിൻ സ്കെയിൽ. അതായിരുന്നു ഡയറക്റ്റിൽ. നേരെ അതിന്റെ ഓപ്പോസിറ്റ് എഴുതുക. ഇതിൽ നിങ്ങൾക്ക് അതേ കൺസെപ്റ്റ് ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ, നോക്കിയേ, ഇത് 10 എത്തിയപ്പോൾ ഇത് 11 ആയി. ഓക്കെ, ഇത് 10 എത്തിയപ്പോൾ ഇതിന്റെ ഇടയിൽ നമുക്ക് 10 റീഡിങ്സ് ആണുള്ളത്. ഈ 10 റീഡിങ്സ് എടുത്തപ്പോൾ നമ്മൾ ഇതിൽ എത്ര കിട്ടി? 1, 2, 11 കിട്ടി. നോക്കിയേ, ഇതിലെ 10 പേരെന്ന് പറയുന്നത് ഇതിലെ 11 പേർക്ക് തുല്യമാണ്. സോ ആരാ വലുത്? വെർനിയറിലെ റീഡിംഗ് ആണ് നമുക്ക് വലുതായിട്ട് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും പറയുക. എന്താ? റീഡിങ്സ് ഓൺ വെർനിയർ സ്കെയിൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മെയിൻ സ്കെയിൽ. ഓക്കെ, മെയിൻ സ്കെയിലിലെ 2 ഡിവിഷനേക്കാൾ കൂടുതൽ ഡിവിഷൻ ആയിരിക്കും വെർനിയർ സ്കെയിലുള്ള. അതാണ് എന്ത്? നമ്മുടെ
റെട്രോഗ്രാഡ് വെർനിയർ എന്ന് പറയുന്നത്. ഈ 2 ടൈപ്പ് വെർനിയർ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? പിന്നെ നമ്മൾ പഠിച്ചത് സ്പെഷ്യൽ ടൈപ്പ് ആണല്ലേ. സ്പെഷ്യൽ ടൈപ്പ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കി വെച്ചാൽ മതി. സ്പെഷ്യൽ ടൈപ്പിൽ ആദ്യം നമ്മൾ ഏതാ പറഞ്ഞേ? എക്സ്റ്റെൻഡഡ് വെർനിയർ. ആദ്യം നമ്മൾ ഏതാ പറഞ്ഞേ? എക്സ്റ്റെൻഡഡ് വെർനിയർ. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വെർനിയർ സ്കെയിലിൽ n റീഡിംഗ് എത്തുമ്പോൾ മെയിൻ സ്കെയിലിൽ 2n-1 ടൈംസ് റീഡിങ്സ് കിട്ടിയിരിക്കും. ഓക്കെ, വെർനിയർ സ്കെയിലിൽ n റീഡിംഗ് കിട്ടുന്ന അതേ സമയത്ത് മെയിൻ സ്കെയിലിൽ 2n-1 എന്ന് പറയുന്ന റീഡിംഗ് ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇത് യൂസ് ചെയ്യുന്നത്, അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ, അസ്ട്രോണമിക്കൽ സെക്സ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സ്റ്റെൻഡഡ് വെർനിയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള സ്പെഷ്യൽ ടൈപ്പ് ഏതായിരുന്നു? ഡബിൾ ഫോൾഡഡ് വെർനിയർ ആയിരുന്നു നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ള. ഡബിൾ ഫോൾഡഡ് വെർനിയർ എവിടെ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം പഠിച്ചാൽ മതി. അത് നമ്മൾ കോമ്പസുകളിലാണ് യൂസ് ചെയ്യുന്നത്. കോമ്പസ് സ്റ്റാർട്ടിങ് 0 അറ്റ് സെന്റർ. ഇതെന്താണെന്ന് നമ്മൾ കോമ്പസിന്റെ യൂണിറ്റിൽ നമ്മൾ പഠിക്കും. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത് എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മൂന്നാമത് നമ്മൾ പഠിച്ച സ്പെഷ്യൽ ടൈപ്പ് ഏതായിരുന്നു? വെർനിയർ ഓഫ് സർക്കുലാർ സ്കെയിൽ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ തിയോഡലൈറ്റിലാണ്. ഓക്കെ, ആംഗിൾ മെഷർമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് തിയോഡലൈറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? വരുന്ന ക്ലാസ്സിൽ പഠിക്കും. ഇത്രയാണ് നമുക്ക് എന്താ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ശരി, ഇനി നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന 1-2 പോർഷൻ ഒന്ന് നോക്കി വെക്കാം. അതെന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. എന്താണ് ലീസ്റ്റ് കൗണ്ട്? ലീസ്റ്റ് കൗണ്ട്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയ ലീസ്റ്റ് ആയിട്ടുള്ള ആൾ, ഏറ്റവും ചെറിയ വാല്യൂ എനിക്ക് എത്ര വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ 15 സെന്റിമീറ്ററിൻ്റെ ഒരു സ്കെയിലുണ്ട്. ആ 15 സെന്റിമീറ്ററിൻ്റെ സ്കെയിൽ വെച്ചിട്ട് എനിക്ക് എന്താ ഒരു 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര എനിക്കിങ്ങനെ അളന്നെടുക്കാൻ പറ്റും. 5 സെന്റിമീറ്റർ. ഓക്കെ, പ്രശ്നമില്ല. 5 സെന്റിമീറ്ററും അതിൽ പിന്നെ ആ സ്കെയിലിൽ പിന്നെ വേറൊരു റീഡിംഗ് ഉള്ളത് ഏതാ? മില്ലിമീറ്റർ ആണല്ലേ. സോ 5 സെന്റിമീറ്ററും 3 മില്ലിമീറ്റർ ഉള്ള ഒരു വര എനിക്ക് അത് അളക്കാൻ പറ്റും. 5 സെന്റിമീറ്ററും പിന്നെ ഒരു 3 മില്ലിമീറ്ററും കൂടെ ഉള്ള ഒരു വര എനിക്ക് അളക്കാൻ പറ്റും. അത് ആ മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ 1 മില്ലിമീറ്ററിനേക്കാൾ കുറവുള്ള 0.5 മില്ലിമീറ്റർ എന്ന് പറയുന്ന വാല്യൂ എനിക്ക് എൻ്റെ കയ്യിലുള്ള ആ ഒരു സ്കെയിൽ വെച്ചിട്ട് അളന്നെടുക്കാൻ പറ്റത്തില്ല. സോ ആ സ്കെയിൽ വെച്ച്, എൻ്റെ കയ്യിലിരിക്കുന്ന സാധാരണ സ്കെയിൽ വെച്ച് എനിക്ക് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ് എന്ന് പറയുന്നത് 1 mm ആണ്. 1 mm. ആ 1 mmനെയാണ് എന്ത്? ആ സ്കെയിലിൻ്റെ, നമ്മുടെ സാധാ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ആ ഇൻസ്ട്രുമെന്റ് വെച്ച് എനിക്ക് അളന്നെടുക്കാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെ പറയുന്ന പേരാണ് എന്ത്? ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, ഈ വെർനിയറുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ചെറിയ അളവ് വരെ എടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, വെർനിയർ ഏത് ടൈപ്പ് ആയാലും, നമ്മൾ കുറേ ടൈപ്പ് വെർനിയർ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു 6 ടൈപ്പോളം വെർനിയർ പഠിച്ചിട്ടുണ്ട്. ആ എല്ലാത്തിൻ്റെയും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ മൈനസ് സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ ആണ്. സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ മൈനസ് സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ ആണ്. ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ എന്ന് വെച്ചാൽ എന്താ? മെയിൻ സ്കെയിൽ വെച്ച് എനിക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ്, അതിന് എനിക്ക് എന്തെന്ന് പറയാം? മെയിൻ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം അല്ലേ? ലീസ്റ്റ് കൗണ്ട് ഓഫ് മെയിൻ സ്കെയിൽ ഡിവൈഡഡ് ബൈ ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ സ്കെയിൽ. നോക്കി, ഈ വെർനിയർ സ്കെയിൽ എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് എന്താ? നമുക്കിവിടെ ഒരു മെയിൻ സ്കെയിൽ ഉണ്ടായിരുന്നു, അതിന് മുകളിൽ ഒരു
വെർനിയർ സ്കെയിൽ ഉണ്ടായിരുന്നു. ഈ വെർനിയർ സ്കെയിലിനെയാണ് ഞാനിവിടെ വെർനിയർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ കോമ്പിനേഷൻ അതിനെ പറയുന്ന പേരെന്താണ്? അതിനെ പറയുന്ന പേര് വെർനിയർ എന്ന് തന്നെയാണ്. വെർനിയർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് ഈ ഒരു മഞ്ഞ ചെറിയ വെർനിയർ സ്കെയിലിൽ നിന്ന് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവാണ്. ശരിക്കും ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ എന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷന്റെ ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ എന്ന് നമ്മൾ നോർമൽ ലാംഗ്വേജിൽ പറയുന്നത് ഈ ഒരു കോമ്പിനേഷന്റെ ലീസ്റ്റ് കൗണ്ട് ആണ്. ഓക്കെ, അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് ഓഫ് ആ വെർനിയർ. ഓക്കെ, ആ ഒരു വെർനിയറിനെ കണ്ടുപിടിക്കാൻ ലീസ്റ്റ് കൗണ്ട് ഓഫ് മെയിൻ സ്കെയിൽ, ലീസ്റ്റ് കൗണ്ട് ഓഫ് ഈ വെള്ള കളറിലെ മെയിൻ സ്കെയിൽ മൈനസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ സ്കെയിൽ ചെയ്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിലൊന്നും യൂസ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടി വരുന്നത് ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് S/N എന്ന് പറയുന്ന ഒരു റിലേഷനാണ്. S/N. ഇനി എന്താ എസ്, എന്താണ് എൻ? S ഈസ് ഈക്വൽ ടു എന്താ എസ് എന്ന് പറയുന്ന സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിലിന്റെ സ്മോളസ്റ്റ് ഡിവിഷൻ, അതായത് എന്താ ലീസ്റ്റ് കൗണ്ട് ഓഫ് മെയിൻ സ്കെയിൽ. എൻ എന്ന് പറയുന്നത് എന്താ നമ്പർ ഓഫ് ഡിവിഷൻസ്. എന്നെ നമ്മൾ എപ്പോഴും നമ്പർ ആയിട്ടല്ലേ കൊടുക്കുന്നത്, നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ. ഓക്കെ, ഈ ഒരു റിലേഷനാണ് നമ്മൾ മെയിനായിട്ടും ഓർത്ത് വെക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു റിലേഷനാണ് നമുക്ക് മെയിനായിട്ടും ഓർത്ത് വെക്കാനുള്ളത്. ശരി, ഇതാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഇത്രയും നമ്മൾ ഇതുവരെ പറഞ്ഞ 1-2 പോയിന്റുകളുണ്ട്. ഏതാ? ഒരേ ഡയറക്ഷനിൽ വെർനിയർ സ്കെയിലിന്റെ റീഡിങ് ഇൻക്രീസ് ആകുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ആകുന്നു, അല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ PSCക്ക് ചോദിക്കുക. അതല്ലാതെ മോസ്റ്റ് പ്രോബബിലി ചോദ്യം വരാനുള്ള സാധ്യത ഈ ഇക്വേഷനിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് 1-2 ചെറിയ പ്രോബ്ലംസ് ഇതിലൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ശരി. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Find the number of divisions on the main scale that is equal to 8 divisions of direct vernier, retrograde vernier, extended vernier. അത് നമുക്ക് ഇതിനെല്ലാം കണ്ടുപിടിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 8 ഡിവിഷൻസ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ മെയിൻ സ്കെയിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഡിവിഷൻസ് ഓഫ്. ഓക്കെ, 8 ഡിവിഷൻസ് ഓഫ് 8 ഡിവിഷൻസ് ഉള്ള വെർനിയർ ഉണ്ട്. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 8 ഡിവിഷൻസ് ഓഫ് ഡയറക്റ്റ് വെർനിയർ. ഡയറക്റ്റ് വെർനിയറിൽ 8 ഡിവിഷൻസ് ഉണ്ട്. ഡയറക്റ്റ് വെർനിയറിൽ എത്രയുണ്ട്? 8 ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് ഓൺ മെയിൻ സ്കെയിൽ. ചോദ്യം മനസ്സിലായല്ലോ? എൻ്റെ ഡയറക്റ്റ് വെർനിയറിൽ 8 ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ. ഓക്കെ, ആദ്യം ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമുക്കിതിനെ പതുക്കെ ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഡയറക്റ്റ് വെർനിയറിന്റെ കഥയാണ്. ഡയറക്റ്റ് വെർനിയർ നോക്കിയേ, ഒരു ഡയറക്റ്റ് വെർനിയർ. എന്താ ഡയറക്റ്റ് വെർനിയറിന്റെ പ്രത്യേകത? വെർനിയർ സ്കെയിലിൽ n ഡിവിഷൻസ് ഉണ്ടാകുമ്പോൾ മെയിൻ സ്കെയിലിൽ n-1 ഡിവിഷൻസേ ഉണ്ടാകൂ. ഓക്കെ, വെർനിയർ സ്കെയിലിൽ n ഉണ്ടാകുമ്പോൾ മെയിൻ സ്കെയിലിൽ n- ഉണ്ടാകുള്ളൂ. ഓക്കെ, n-1 ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതാ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്റ്റ് വെർനിയറിൽ 8 ഡിവിഷൻസ് ഉണ്ട്. സോ ഡയറക്റ്റ് വെർനിയറിൽ 8 ഉണ്ട്. നോക്കിയേ, വെർനിയറിൽ 8 ഉണ്ട്. വെർനിയറിൽ എത്രയുണ്ട്? 8 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെയിൻ സ്കെയിലിൽ എത്രയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലൊന്നുമില്ല ചെയ്യാൻ. ഡയറക്റ്റ് വെർനിയറിൽ 8 ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മെയിൻ സ്കെയിലിൽ എത്ര ഡിവിഷൻസ് ഉണ്ടാവും? ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ എന്താ? 8 - 1 അല്ലേ? n ആണെങ്കിൽ n-1. സോ നമുക്ക് എന്തെഴുതാം? 8 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 7. ആൻസർ എത്ര? 7. ഇത് അത്രേ ഉള്ളൂ. ഓക്കെ, ഡയറക്റ്റ് വെർനിയർ ആണെങ്കിൽ മെയിൻ സ്കെയിലിൽ 7 ഡിവിഷൻസ് ഉണ്ടാവും. 7 ഡിവിഷൻസ്. ഓക്കെ, ഇനി രണ്ടെന്താ? ഇതൊരു റെട്രോഗ്രാഡ് വെർനിയർ ആണെങ്കിൽ രണ്ടാ നമുക്ക് എന്താ നോക്കാനുള്ളത്? ഇതൊരു റെട്രോഗ്രാഡ്
വെർനിയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? എന്താ റെട്രോഗ്രാഡ് വെർനിയറിന്റെ പ്രത്യേകത? വെർനിയർ സ്കെയിലിൽ n ഡിവിഷൻസ് ഉണ്ടാകുമ്പോൾ മെയിൻ സ്കെയിലിൽ n+1 ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ഇതല്ലേ റെട്രോഗ്രാഡ് വെർനിയറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതാ ഇപ്പൊ നോക്കിക്കോ, വെർനിയർ സ്കെയിലിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? ക്വസ്റ്റ്യൻ നോക്കിക്കോ. വെർനിയർ സ്കെയിലിൽ റെട്രോഗ്രാഡ് വെർനിയറിൽ 8 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, 8 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ വെർനിയറിൽ 8 ഡിവിഷൻസ് ഉണ്ട്. മെയിൻ സ്കെയിലിൽ എത്രയുണ്ട്? ഇവിടെ n ആണെങ്കിൽ അതിനേക്കാൾ 1 കൂടുതലായിരിക്കും. 8+1 വിച്ച് ഈസ് ഈക്വൽ ടു 9. ഉത്തരം എത്ര? 9. ഓക്കെ, ആൻസർ എത്രയാ? 9. ഓക്കെ, അടുത്ത നോക്കിക്കോ. അതൊരു എക്സ്റ്റെൻഡഡ് വെർനിയർ ആണെങ്കിൽ, എക്സ്റ്റെൻഡഡ് വെർനിയറിൽ വെർനിയർ സ്കെയിലിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? എക്സ്റ്റെൻഡഡ് വെർനിയറിൽ വെർനിയർ സ്കെയിലിൽ 8 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ സ്കെയിൽ എന്തുണ്ടായിരിക്കും? ശരി, നമുക്ക് അത് നോക്കാം. എക്സ്റ്റെൻഡഡ് വെർനിയർ. എന്താ എക്സ്റ്റെൻഡഡ് വെർനിയർ എന്ന് പറഞ്ഞാൽ? എക്സ്റ്റെൻഡഡ് വെർനിയറിലെ വെർനിയർ സ്കെയിലിൽ n ഡിവിഷൻസ് ഉണ്ടാകുമ്പോൾ മെയിൻ സ്കെയിലിൽ 2n-1 ഡിവിഷൻസ് ഉണ്ടാവും. അതല്ലേ നമ്മുടെ ഡെഫിനിഷൻ. ഓക്കെ, അതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇനി എന്താ ഇവിടെ പറയുന്നത്? വെർനിയർ സ്കെയിലിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 8 ഡിവിഷൻസ് ഉണ്ട്. അതല്ലേ ചോദ്യം. വെർനിയർ സ്കെയിലിൽ 8 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? മെയിൻ സ്കെയിലിൽ എത്ര? 2 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ 8 ആണ്, -1. 2 ഇൻറ്റു 8 - 1. 2 ഇൻറ്റു 8 എത്ര? 16 - 1 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടിയടാ നമുക്ക്? 15 നമ്പേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഉത്തരം നമുക്ക് എത്രയെന്ന് കിട്ടി? 15 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് ഒരു തവണ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കാണുക. എന്നാൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 10 divisions of a vernier scale which is equal to 11 divisions of a main scale of each 0.1 mm. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ടൈപ്പ് ഓഫ് വെർനിയർ ഈസ് ദാറ്റ്? അത് ഏത് ടൈപ്പ് വെർനിയർ ആണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ? വെർനിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു വെർനിയറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ശരി, നമുക്കൊന്ന് നോക്കാം. നമ്മൾ പഠിച്ച രീതിയിൽ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാനുള്ളതെന്ന് നോക്കാം. വെർനിയർ സ്കെയിലിൽ 10 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ? വെർനിയർ സ്കെയിലിൽ 10 ഡിവിഷൻസ് ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 11 ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ. എൻ്റെ മെയിൻ സ്കെയിലിൽ 11 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് അവർ തന്നിരിക്കുന്നതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. നമുക്കറിയാവുന്ന ഫോർമുലകൾ ഏതൊക്കെയാ? ഒന്ന് n ടൈംസ് v is equal to n-1 ടൈംസ് s which is called ഡയറക്റ്റ് വെർനിയർ. ഇനി n ടൈംസ് v is equal to n+1 ടൈംസ് s, ഇതെന്ന് പറയുന്നത് ഏതാ? റെട്രോഗ്രാഡ് വെർനിയർ. നെക്സ്റ്റ് n ടൈംസ് v is equal to 2n-1 s, ഇതെന്ന് പറയുന്നത് എന്താ? എക്സ്റ്റെൻഡഡ് വെർനിയർ. ഓക്കെ, ഈ 3 ടൈപ്പ് വെർനിയർ ആണുള്ളത്. ഇതിൽ ഏത് റിലേഷനാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്? നോക്കിയേ, 10 10നേക്കാൾ കൂടിയ 1 11, 10 10നേക്കാൾ കൂടിയ 1 11. ഓക്കെ, അതേതാ? ആദ്യം ഉള്ളതിനേക്കാൾ 1 കൂടി നിൽക്കുന്നു. സോ ഇതെന്താണ്? റെട്രോഗ്രാഡ് വെർനിയർ ആണ്. ഓക്കെ, ഇതെന്താണ്? റെട്രോഗ്രാഡ് വെർനിയർ ആണ്. ഓക്കെ, റെട്രോഗ്രാഡ് വെർനിയർ. നമുക്കതൊന്ന് ഇവിടെ എഴുതാം. n ടൈംസ് v is equal to n+1 ടൈംസ് s. സോ ഇറ്റ് ഈസ് എ റെട്രോഗ്രാഡ് വെർനിയർ. ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഏതാ? വാട്ട് ടൈപ്പ് ഓഫ് വെർനിയർ ഈസ് ദിസ്? ഇറ്റ് ഈസ് എ റെട്രോഗ്രാഡ് വെർനിയർ. ഇതൊരു റെട്രോഗ്രാഡ് വെർനിയർ ആണ്. നോക്കിയേ, അടുത്തതാണ് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് ദാറ്റ് വെർനിയർ? വാട്ട് ഈസ് ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് ദാറ്റ് വെർനിയർ? നോക്കിയേ, ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ എന്താ? നമ്മുടെ
ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു എസ് ബൈ എൻ. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു എസ് ബൈ എൻ. എന്താ എസ് എന്ന് പറയുന്നത്? എസ് ഈസ് ഈക്വൽ ടു സ്മോളസ്റ്റ് ഡിവിഷൻ ഓർ മെയിൻ സ്കെയിൽ. മെയിൻ സ്കെയിലിലെ സ്മോളസ്റ്റ് ഡിവിഷൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ. നോക്കിയേ, സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ നോക്കാം. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു 11 ഡിവിഷൻ ഓഫ് എ മെയിൻ സ്കെയിൽ ഓഫ് ഈച്ച് 0.1 mm. മെയിൻ സ്കെയിലിലെ ഓരോ ഡിവിഷനും 0.1 mm. അതായത് 0.1 mm കുറഞ്ഞൊരു സംഖ്യ നമുക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല. സോ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 0.1 mm അല്ലേ? 0.1 mm. 0.1 mm ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ. അത് തന്നിട്ടുണ്ടോ? വെർനിയർ സ്കെയിൽ എത്ര ഉണ്ട്? 10 ഡിവിഷൻസ് ഓഫ് എ വെർനിയർ സ്കെയിൽ 10 തന്നിട്ടുണ്ട് അല്ലേ? സോ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് എത്രയും കിട്ടുന്നു? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒരു സ്ഥാനം കൂടി മാറ്റി കുത്തുക. 0.01 mm. ഇതാണ് നമുക്ക് എന്ത്? ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ. അതും കൂടെ നമുക്ക് അവിടെ എഴുതി വയ്ക്കാം. എത്ര നമുക്ക് ഇവിടെ കിട്ടിയ ഉത്തരം? 0.01 mm. ആ ഒരു കോമ്പിനേഷൻ വെച്ച് എനിക്ക് 0.01 mm വരെയുള്ള അളവുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് നോക്കാം. എന്താ പറയുന്നത്? ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡിവിഷൻസ് റിക്വയർഡ് ഓൺ എ വെർനിയർ സ്കെയിൽ. Find the number of divisions required on a vernier scale if it is combined with the main scale of least count. Main scale least count പറഞ്ഞിട്ടുണ്ട് 0.5 mm. The least count of combination required. Combination means ആ ഒരു ഇൻസ്ട്രുമെന്റ് മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും കൂടെ ചേർന്ന ആ ഒരു വെർനിയർ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? 0.05 mm ആണ്. അതൊരു ഡയറക്റ്റ് വെർനിയർ ആണെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഏത് ടൈപ്പ് വെർനിയർ ആയാലും ലീസ്റ്റ് കൗണ്ടിന് ഒരേ ഒരു ഇക്വേഷൻ എസ് ബൈ എൻ. ഓക്കെ, ശരി. നമുക്ക് എന്താ എസ് എന്നറിയാലോ? എസ് എന്താ? നേരത്തെ പറഞ്ഞ അതേ സാധനം. സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ. അല്ലെങ്കിൽ എനിക്ക് ഇതിനെ എന്തെന്ന് പറയാം? ലീസ്റ്റ് കൗണ്ട് ഓഫ് മെയിൻ സ്കെയിൽ എന്ന് പറയാം. ലീസ്റ്റ് കൗണ്ട് ഓഫ് മെയിൻ സ്കെയിൽ. ഈ എൻ എന്താ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇതാ കണ്ടുപിടിക്കാനുള്ള. തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വളരെ എളുപ്പമായ ക്വസ്റ്റ്യനാണ്. നോക്കിയേ, ലീസ്റ്റ് കൗണ്ട് ഓഫ് ആ കോമ്പിനേഷൻ വെർനിയർ സ്കെയിലിന്റെ കോമ്പിനേഷന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ദ കോമ്പിനേഷൻ റിക്വയർഡ് ലീസ്റ്റ് കൗണ്ട് ഓഫ് 0.05 mm എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? ലീസ്റ്റ് കൗണ്ട് ഓഫ് ആ കോമ്പിനേഷനെ ഞാൻ 0.05 mm എന്ന് കൊടുക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഓഫ് മെയിൻ സ്കെയിൽ തന്നിട്ടുണ്ടോ? നോക്കാം നമുക്ക്. കമ്പൈൻഡ് വിത്ത് എ മെയിൻ സ്കെയിൽ ഓഫ് ലീസ്റ്റ് കൗണ്ട് 0.5 mm. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് തന്നിട്ടുണ്ട്. മെയിൻ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 0.5 mm. അപ്പുറം ഇപ്പുറം ഒരേ യൂണിറ്റ് ആണ്. സോ അതുകൊണ്ട് പ്രശ്നമില്ല. ഡിവൈഡഡ് ബൈ എൻ. ഈ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, കണ്ടുപിടിക്കാനുള്ള ആളിനെ ഇവിടെ കൊണ്ടുവരിക, മറ്റേ ആളിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുക. നോക്കി, എൻ ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 0.05. നോക്കി, ഇതെങ്ങനെ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യുക? ഡെസിമലിന് എന്താ ഡിവൈഡ് ചെയ്യുക? അപ്പൊ നമുക്ക് എന്താ ഇതിൽ ആവശ്യമില്ലാത്ത നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ആരാ? ഈ ഡെസിമൽസാ. ഈ ഡെസിമലിനെ ഒഴിവാക്കുക. ഇവിടെ ഡെസിമലിനെ ഒഴിവാക്കാനായിട്ട് 2 സ്ഥാനം മാറ്റി നമ്മൾ കുത്തിടണം. 2 സ്ഥാനം മാറ്റി കുത്തിടാൻ എന്ത് ചെയ്യണം? ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ മാത്രമോ ന്യൂമറേറ്ററിൽ മാത്രമോ എനിക്കൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുന്നെങ്കിൽ 2 പേർക്കും കൊടുക്കുക. നമ്മൾ 2 പേരെ തുല്യരായി കാണുക, സമാന മനോഭാവത്തോടു കൂടി കാണുക. ഞാൻ താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മേളിലെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതെന്തായി? 2 സ്ഥാനം മാറ്റി ഞാൻ കുത്തിട്ട് കൊടുത്തു. 1, 2 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? 2 സ്ഥാനം മാറ്റി കുത്തിടണം. ഒരു സ്ഥാനം മാറ്റിയപ്പോൾ 5 എത്തി. ഇനി ഒരു സ്ഥാനം കൂടെ മാറ്റാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു 0 അയാൾക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് എത്രയായി? 50/5 ആയി. 50/5 ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ആൻസർ എത്ര? 10 എന്ന് കിട്ടി. സോ നമ്പർ ഓഫ് ഡിവിഷൻസ്, എന്നിന്റെ വാല്യൂ നമുക്ക് 10 എന്ന് കിട്ടി. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഓക്കെ, 10 എന്ന് കിട്ടി. നമുക്കതിവിടെ എഴുതി വയ്ക്കാം.
ആൻസർ എത്ര? ആൻസർ ഈസ് ഈക്വൽ ടു 10. ഓക്കെ, ഈ മൂന്ന് പ്രോബ്ലംസ് നിങ്ങൾ നല്ല വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ഇത് നോക്കി നമുക്കൊരു 10 സെക്കൻഡിനകത്ത് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ്. ഇതുപോലുള്ള പ്രോബ്ലംസ് PSCക്ക് ചോദിക്കണം. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ 3 പ്രോബ്ലംസും നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ടെക്നിക്ക് എന്താണെന്നൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് വെർനിയർ സ്കെയിലിൽ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതുപോലെ മറ്റൊരു കൺസെപ്റ്റുമായിട്ട് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. ARC, the Gate Kochi Hub of Kerala.